യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിലും ഹിന്ദുക്കൾക്ക് രക്ഷയില്ല എന്ന് പറയാൻ ശരിയാണ്? അങ്ങനെ പറയാം. അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിനെ പോലുള്ള മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടും ഹിന്ദുക്കൾക്ക് രക്ഷയില്ല എന്ന് പറയാം. അപ്പോൾ അവരില്ലായിരുന്നെങ്കിലോ ഹിന്ദുക്കൾ ഉന്മൂലനം ചെയ്യപ്പെട്ടു പോയത്. കാരണം നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും, മഹാരാഷ്ട്രയിലാവട്ടെ, ബീഹാറിലാവട്ടെ, ഉത്തർപ്രദേശിലാവട്ടെ, ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ 80% ജനങ്ങളും ഹിന്ദുക്കളാണ്. എന്നാൽ ഹിന്ദുക്കൾക്ക് അവരുടെ ചില പ്രദേശങ്ങളിൽ അവരുടെ ആഘോഷങ്ങൾ നടത്താൻ പറ്റില്ല, അവരുടെ രാമനവമി ഘോഷയാത്ര നടത്താൻ പറ്റില്ല. ഇതിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ബംഗാളിൽ, യു പിയിലെ പല സ്ഥലങ്ങളിൽ, രാജസ്ഥാനിൽ, അങ്ങനെ പലയിടത്തും മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ഹിന്ദുക്കളുടെ ജീവിതം വലിയ ദുസ്സഹമാണ്. പണ്ടൊരാൾ പറഞ്ഞു, ഒരു മുസ്ലിം കുടുംബത്തിന് 100 ഹിന്ദു കുടുംബങ്ങൾ, വേറെ ആളുമല്ല, ആളുടെ പേര് യോഗി ആദിത്യനാഥ്, 100 ഹിന്ദു കുടുംബങ്ങളുടെ നടുക്കും ഒരു മുസ്ലിം കുടുംബത്തിന് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. എന്നാൽ 100 മുസ്ലിം കുടുംബത്തിൻ്റെ നടുക്ക് ഒന്നും വേണ്ട, 10 ഹിന്ദു കുടുംബങ്ങളുണ്ടായാൽ അവരവിടെ ഓടിപ്പോകേണ്ടി വരും. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പല സ്ഥലത്തും ഇപ്പോഴും നടക്കുന്നത്. കാരണം ഇവിടെ ഈ ഭൂരിപക്ഷമുള്ള സമുദായം, ജാതിയാവട്ടെ മതമാവട്ടെ, അവർക്കൊരു എല്ലായിടത്തും ഉണ്ട്. ഒരു രാജ്യത്തെ ഭൂരിപക്ഷം അവരാണെങ്കിൽ പൊതുവിൽ അവരുടെ ഹിതമനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു ഭൂരിപക്ഷം അനുസരിച്ച് ഭരണം നടക്കും. കാരണം ഭൂരിപക്ഷമുള്ളവരാണല്ലോ ഭൂരിപക്ഷമുള്ള സർക്കാരിനെ ഉണ്ടാക്കുന്നത്. അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇന്ത്യയിൽ 80% ഹിന്ദുക്കളാണെങ്കിലും കോടതികളാവട്ടെ, സർക്കാരുകളാവട്ടെ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഹിന്ദുക്കളുടെ കാര്യത്തിൽ വലിയ അവധാനത ഇല്ലാത്ത ഇടപെടലും വലിയ മെല്ലപ്പൊക്കം ഉണ്ടാകും. നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ, ഈ വഖഫ് നിയമത്തിൻ്റെ ഭേദഗതി, അതായത് നോക്കുന്ന സ്വത്തെല്ലാം വഖഫിനാക്കാം എന്ന് പറഞ്ഞ് 95-ൽ ഒരു ഭേദഗതി വന്നു. അതിനെ ചലഞ്ച് ചെയ്ത് ഹിന്ദു സംഘടനകൾ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി എന്താ പറഞ്ഞറിയാമോ? നിങ്ങളെല്ലാം പോയി ഹൈക്കോടതി പോയി കേസ് നടത്താൻ പറഞ്ഞു. എന്നാൽ ഇപ്പോഴത്തെ സർക്കാർ വഖഫ് നിയമം ഭേദഗതി ചെയ്ത് പുതിയ നിയമം കൊണ്ടുവന്ന് അമെൻഡ് ചെയ്തു. അതിനെതിരെ മുസ്ലിം സംഘടനകൾ സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ഓക്കെ ഇപ്പോൾ കേൾക്കാമെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? ഇത് സുപ്രീം കോടതി മുമ്പാകെ ചൂണ്ടിക്കാട്ടപ്പെട്ടു. ഉടനെ ആ കേസുകളിലൂടെ ഇതിലൂടെ പരിഗണിക്കാന്ന് പറഞ്ഞു. 95-ലെ കേസുകൂടെ 2025 പരിഗണിക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഏത് രംഗത്തും ഹിന്ദുക്കളുടെ കാര്യത്തിൽ, ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഈ രാജ്യത്തും ഇവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്ന മുസ്ലിങ്ങൾക്ക് എന്തു തോന്നും എന്ന് ഭയന്ന് ഹിന്ദുക്കൾ ജീവിക്കേണ്ട ഒരവസ്ഥയുണ്ട്. സത്യമാണ്. അവരുടെ ശബ്ദമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ദേശീയ വികസന കൗൺസിൽ യോഗത്തിൽ പറഞ്ഞില്ലേ, ഈ രാജ്യത്തെ എല്ലാ സ്വത്തിൻ്റെയും ആദ്യത്തെ അവകാശി മുസ്ലിങ്ങളായിരിക്കും. ഇതൊരു പരമാർത്ഥമാണ്. ഇത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും BJPയുടെ സർക്കാർ വരുന്നത്. BJP സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഹിന്ദുക്കൾക്ക് സ്വതന്ത്രമായി അവരുടെ ആഘോഷങ്ങൾ നടത്താൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. ശ്രീരാമനവമി പോലെയുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ആ ഘോഷയാത്രയ്ക്ക് നേരെ കല്ലേറുണ്ടാവുന്നു. എത്രയോ തവണ എല്ലാ വർഷവും നടക്കുകയാണ്. ഹിന്ദു ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ BJP സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഉണ്ടാകും. ഇപ്പോൾ ഈ ബാബ എന്നൊക്കെ വിളിച്ചിട്ട്, ബുൾഡോസർ ബാബ എന്നൊക്കെ ആളുകൾ വിളിക്കുന്ന യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിലെ അസംഗഡ് ജില്ല, അവിടുത്തെ കോക്കാപുര ഏരിയയിലെ ഏതാണ്ട് 100-നടുത്ത് ഹിന്ദു കുടുംബങ്ങൾ അവരുടെ വീടിന് മുന്നിൽ ബോർഡ് വെച്ചിരിക്കുക, വിൽക്കാനുണ്ട്, ഞങ്ങളിവിടുന്ന് പോവുക. എന്താ കാര്യം? ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അതിന് പെട്ടെന്നുണ്ടാവാനൊരു കാരണം എന്ന് പറഞ്ഞാൽ, ജൂൺ 3-ാം തീയതി ഒരു സംഭവം ഉണ്ടായി. ഇന്നിപ്പോൾ 17-ല്ലേ, 2 ആഴ്ച മുമ്പാണ്. അത് ഇപ്പോഴും അവിടെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ജൂൺ 3-ന് നടന്ന ഈ സംഭവം നമ്മൾ പ്രേക്ഷകരോട് പറയുന്നത്. ജൂൺ 3-ന് അവിടെ, ഇത് മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമാണ്, വളരെ കുറച്ച് 100-ൽ താഴെ ഹിന്ദു കുടുംബങ്ങളേ ഉള്ളൂ. 100-നടുത്ത് ഹിന്ദു കുടുംബങ്ങളേ ഉള്ളൂ. അവരെല്ലാം സ്ഥലം വിറ്റ് ഞങ്ങൾ ഇവിടുന്ന് വിൽക്കാൻ പോകുമ്പോൾ ഗേറ്റിലൊക്കെ അവർ ബോർഡ് തൂക്കി വിൽപ്പനയ്ക്ക്. അവിടെ ഒരു പെൺകുട്ടിയുടെ വിവാഹം ജൂൺ 4-ാം തീയതിയാണ്. ജൂൺ 3-ന് വിവാഹ തലേന്ന് മെഹന്തി പോലുള്ള ചടങ്ങുണ്ടല്ലോ, അങ്ങനെ ആ ചടങ്ങ് നടക്കുന്നു. അവിടെ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. ഹിന്ദുക്കൾ അവരെല്ലാം ഈ വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വലിയ സഹകരണമൊന്നും ഇല്ലാതെ പരസ്പരം അവിശ്വാസമാണ്. അങ്ങനെയാണ് ജീവിക്കുന്നത്. അത് സത്യമാണ്, അങ്ങനെ ആയിട്ടുണ്ട് കാര്യങ്ങൾ. കാരണം ഒരു വിഭാഗത്തിന് ഭൂരിപക്ഷം വന്നാൽ, അത് മുസ്ലിങ്ങളാണെങ്കിൽ
അവർ പിന്നെ അവരുടെ ഒരു സാമ്രാജ്യം പോലെയാണ്. അതാണ് കർണാടകയിലെ ഹൈക്കോടതി പറഞ്ഞത്, ചില സ്ഥലങ്ങളിലേക്ക് പോയാൽ പാകിസ്ഥാൻ പോലെയാണ് എന്ന് പറഞ്ഞത്. നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള സ്ഥലമുണ്ട്. നമ്മളും പറയാറുണ്ട്, സ്വകാര്യമായി മലയാളികൾ പോലും പറയാറുണ്ട്, കേരളത്തിലെ ചില സ്ഥലങ്ങൾ പാകിസ്ഥാൻ പോലെയാണെന്ന് മനസ്സിലെങ്കിലും പറഞ്ഞിട്ടില്ലാത്ത മലയാളി കാണത്തില്ല, മുസ്ലിങ്ങളല്ലാത്ത മലയാളി. കാരണം അങ്ങനെയാണ് കേരളത്തിലും ആ സിറ്റുവേഷൻ. ഇവിടെ അത് പറഞ്ഞാൽ മിണ്ടരുത്, മതേതരത്വം തകരും. നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. മലയാളി മതേതരത്വം നിലനിർത്തണമല്ലോ. കാരണം എന്ത് തോന്നിയാസം, എന്ത് ഭീകരത, എന്ത് ജിഹാദിത്തരം, എന്ത് തെമ്മാടിത്തരം ഒരു വിഭാഗം കാണിച്ചാലും ഭൂരിപക്ഷം വരുന്ന ആളുകൾ മറ്റൊരു ന്യൂനപക്ഷം, അവർ ന്യൂനപക്ഷമൊന്നുമല്ല, ഭൂരിപക്ഷം ആയിക്കൊണ്ടിരിക്കുകയാണ്. മിണ്ടരുത് എന്ന് പറയുന്നതാണ് കേരളത്തിലെ മതേതരത്വം. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയൊന്നുമല്ല. തിരിച്ച് വർത്തമാനം പറയും, തിരിച്ച് ചോദിക്കും. അതുകൊണ്ട് അപ്പോൾ ജൂൺ 3-ന് ഈ കല്യാണത്തിൻ്റെ ഭാഗമായി മെഹന്തി അടക്കമുള്ള അതുപോലെ തലേദിവസമുള്ള ആഘോഷം നടന്നു. അവിടെ പെൺകുട്ടികളെല്ലാം ഡാൻസ് ചെയ്തു. അപ്പോൾ അവിടുത്തെ ഭൂരിപക്ഷം ജനത എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അവിടുത്തെ കുറേ ചെറുപ്പക്കാർ വന്ന് ഇതെല്ലാം വീഡിയോയിൽ ചിത്രീകരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പെൺകുട്ടികൾ നിർത്തി ഇതൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല, ഞങ്ങളുടെ സ്വകാര്യ ചടങ്ങാണ്. വീഡിയോയിൽ ചിത്രീകരിക്കുമ്പോൾ ക്യാമറ ചില ആളുകളെ ഫോക്കസ് ചെയ്യും, ചില ആളുകളെ ചില ശരീരഭാഗങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കാൻ വന്നത്. കല്യാണ വീട്ടിൽ ക്ഷണിക്കപ്പെടാതെ കയറി വന്ന് അവിടെ നടക്കുന്ന സ്വകാര്യ ചടങ്ങിൻ്റെ ചിത്രീകരണം, ക്ഷണിക്കപ്പെടാത്ത, പരസ്പരം സംസാരിക്കുക പോലും ഇല്ലാത്ത അകൽച്ചയെ കഴിയുന്ന മറ്റൊരു വിഭാഗം മതത്തിൽപ്പെട്ട ആളുകളൊന്നും വീഡിയോ എടുക്കേണ്ട കാര്യമില്ല. ഇവരെ നിർത്തി ഉടനെ ഇവരെന്ത് ചെയ്യുന്നറിയോ, ആ വേദിയിൽ നൃത്തം ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടികളെ വേദിയിലേക്ക് കടന്നു കയറി അപമാനിച്ചു, കടന്നു പിടിച്ചു, ചുംബിച്ചു. ഇങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടായി. ഇതറിഞ്ഞ് ഇവരുടെ ബന്ധുക്കളും ഒക്കെ വന്നു. ഒരു കശപശയുണ്ടായി, ചെറിയൊരു സംഘർഷം ഉണ്ടായി. ആ രണ്ട് കൂട്ടരിൽ നിന്നും 5-6 പേര് ആശുപത്രിയിലായി. അപ്പോൾ നാട്ടുമ്പുറത്തൊക്കെ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഒറ്റപ്പെട്ട സംഭവം ഇത് മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം ഞങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്, അവിടെ പാട്ടും ഡാൻസും ഒന്നും വേണ്ട, പിന്നീട് പാട്ടും ഡാൻസും ഒക്കെ നടത്തിയാൽ ഞങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യും എന്നുള്ള നിലപാടുമായിട്ടാണ് ഉത്തർപ്രദേശിൽ ഈ സംഭവം ഉണ്ടായത്. പിറ്റേന്ന് മുഴുവൻ ഈ ഹിന്ദുക്കൾക്ക് അവിടെ ജീവിക്കാൻ വയ്യ. ഈ കല്യാണമലം കൊലപ്പെടുത്തുന്നു, ഇവരെ അപമാനിക്കുന്നു, ഇവരുടെ കൃഷി നശിപ്പിക്കുന്നു, ഇവർക്ക് പുറത്തിറങ്ങിയാൽ ഇവരെ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ വലിയ സംഘർഷമായി ഇത് വളർന്നു. അപ്പോൾ ഇവർക്ക് സാമൂഹിക വിലക്ക്, കടകളിൽ പോകാൻ വയ്യ. കാരണം മഹാഭൂരിപക്ഷം ആളുകളും ഹിന്ദുക്കളല്ലാത്ത ഒരു സമുദായത്തിൽപ്പെട്ടവരാണ്. അങ്ങനെ ഈ 100ഓളം വരുന്ന ഹിന്ദു കുടുംബങ്ങൾക്ക് ഈ കല്യാണവുമായി ബന്ധപ്പെട്ടുണ്ടായ അതിക്രമത്തെ ചോദ്യം ചെയ്തു എന്ന പേരിൽ അവർക്ക് ജീവിക്കാൻ വയ്യാത്ത നിലയുണ്ടായി. അവർ പോലീസിൽ പരാതിപ്പെട്ടു. പോലീസിൽ പരാതിപ്പെട്ടു എന്ന് മാത്രമല്ല, അവിടെ മുബാറക്പൂർ പോലീസ് സ്റ്റേഷനാണ് പരാതിപ്പെട്ടു. ഒരു നടപടി ഉണ്ടായില്ല. ഈ 100ഓളം വീട്ടുകാർ യോഗം കൂടി അവർ തീരുമാനിച്ചു, ഒരു രക്ഷയില്ല ജീവിക്കാൻ. കാരണം മറ്റപ്പുറത്ത് 2,000-ഓളം കുടുംബങ്ങളുണ്ട്. അവിടുത്തെ ഒരു കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വീട്ടിൽ 8-9 പിള്ളേരൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിക്കാൻ നിവർത്തിയില്ല. ഇനിയിപ്പോൾ നമ്മുടെ പെൺകുട്ടികൾക്ക് വഴിയിറങ്ങി നടക്കാൻ പറ്റില്ല, വീട്ടിലിരിക്കാൻ പറ്റില്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല, നമുക്ക് കടകളിൽ നിന്ന് സാധനങ്ങൾ കിട്ടത്തില്ല. അങ്ങനെ സാമൂഹികമായും ശാരീരികമായും സാമ്പത്തികമായും നമ്മളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഈ പ്രദേശം. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്കിവിടം വിൽക്കാം എന്ന് വെച്ചിട്ട് അവർ ഹൗസ് ഫോർ സെയിൽ എന്നുള്ള ബോർഡ് എല്ലാ വീടിൻ്റെയും മുമ്പിൽ സ്ഥാപിച്ചു. ഇതാണ് ഉത്തർപ്രദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഉത്തർപ്രദേശിലെ അസംഗഡ് ജില്ലയിലെ ചോക്കാപുര ഏരിയയിൽ നടന്ന സംഭവമാണ്. അപ്പോൾ ഇതിപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അവിടുത്തെ SP മധുബൻ കുമാർ സിംഗ് വിഷയത്തിൽ ഇടപെട്ടു. ഇതറിഞ്ഞു വലിയ വിവാദമായി. കാരണം യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഹിന്ദു സന്യാസി വര്യൻ അല്ലേ കൂടിയായ മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ, അതായത് യോഗിയുടെ കാലത്താണ് ഒരു ഹിന്ദുക്കൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവത്തിൻ്റെ ഏടുകൾ വീണ്ടും തുറന്ന് നിയമ നടപടി ആരംഭിച്ചത്. 79-ലാണ് ഒരു സമ്പൽ മേഖല, ഇപ്പോൾ സമ്പൽ പള്ളിയുടെ പേരിലുള്ള വിവാദമുണ്ട്. സമ്പൽ മേഖലയിലുള്ള ഹിന്ദുക്കളെ ഏതാണ്ട് 180ഓളം ഹിന്ദുക്കളെ മുസ്ലിമുകൾ കൂട്ടത്തോടെ ആക്രമിച്ച് ജീവനോടെ കത്തിച്ചും വെട്ടിയും കൊന്നും ചെയ്ത സംഭവമുണ്ട്. നമ്മൾ പലതവണ സമ്പൽ കൂട്ടക്കൊലയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സമ്പൽ കൂട്ടക്കൊല ഒക്കെ പുറത്ത് വരുന്നത് സമ്പൽ മസ്ജിദിൻ്റെ പേരിലുള്ള വിവാദം ഉണ്ടായതിനു ശേഷമാണ്. അങ്ങനെ അവരെല്ലാം ഹിന്ദുക്കളെല്ലാം ഓടിപ്പോയപ്പോൾ ഹിന്ദുക്കളുടെ വീടുകൾ, ക്ഷേത്രങ്ങളൊക്കെ ഇവർ കയ്യേറി താമസിക്കുകയാണ്. ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ ആ 79-ലെ സമ്പൽ കൂട്ടക്കൊലയുടെ ഫയലുകൾ റീഓപ്പൺ ചെയ്ത് പുനരന്വേഷണം നടത്തുകയാണ്.
പുനരന്വേഷണം നടത്തി അവിടെ പല ഈ കയ്യേറി താമസിക്കുന്ന ഓടിപ്പോയ ഹിന്ദുക്കളുടെ വീടുകളിലൊക്കെ 79 ഓടിപ്പോയതാണ്. മുസ്ലിമുകൾ കയറി താമസിപ്പിക്കുകയാണ്. അവരെയൊക്കെ ഒഴിപ്പിച്ച് ഓടിപ്പോയവരെ തിരിച്ചുകൊണ്ട് താമസിപ്പിക്കുന്നു. ചില വീടൊക്കെ മുസ്ലിം വീടുകളിൽ കയറുമ്പോൾ, മുസ്ലിമുകൾ താമസിച്ച് ചില വീട്ടിൽ കയറുമ്പോൾ അതിനകത്ത് ഗണപതി അമ്പലം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഹനുമാന്റെ അമ്പലം കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ കവർ ചെയ്ത് മറച്ചു വെച്ച് ഇവരവിടെ കയറി താമസിക്കുകയാണ്, ഓടിപ്പോയില്ലേ. ഇത് ഇപ്പോൾ ചോക്കാപുരയിൽ പറയുന്നത് പോലെ സമ്പലിൽ നിന്ന് ഓടിപ്പോയിട്ടുണ്ട്. കൊല്ലപ്പെട്ടതിന് ശേഷം അവർ ഓടിപ്പോയത് 150ഓളം ആളുകൾ കൊല്ലപ്പെട്ടതിന് ശേഷം അവർ ഓടിപ്പോയത്. ചോക്കാപുരക്കാർ പറയുന്നത് ഞങ്ങൾ ഈ സമ്പല് പോലെ ഞങ്ങളിനി കൂട്ടക്കൊലയ്ക്ക് ഇരയാവണോ, ഞങ്ങൾ എന്തിനാ ഇവിടെ ജീവിക്കുന്നത്, ഞങ്ങളെ സംരക്ഷിക്കാൻ ആളില്ല. അപ്പോൾ യോഗി ആദിത്യനാഥ് വലിയ പ്രതീക്ഷയാണ്. കാരണം UP പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ മായാവതിയുടെ പാർട്ടിയും അഖിലേഷ് യാദവിൻ്റെ അല്ലെങ്കിൽ മുലായം സിംഗിൻ്റെ പാർട്ടിയും കാലങ്ങളായി, പിന്നെ കോൺഗ്രസും കൂടെ കാലങ്ങളായി മുസ്ലിം വോട്ട് ബാങ്കിനെ ഇങ്ങനെ പ്രീണിപ്പിച്ച് അവർക്കാണ് UPയുടെ ഭരണത്തിൽ നിർണായക സ്വാധീനമുണ്ടായിരുന്നു. മഹാഭൂരിപക്ഷം ഹിന്ദുക്കളാണെങ്കിലും അധികാരത്തിൽ വരുന്നത് അവരായിരുന്നു. അതുകൊണ്ട് അവിടെ അടിച്ചമർത്തപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട് ഏതാണ്ട് 80% വരുന്ന UP ഹിന്ദുക്കൾ കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രത്യാശ പോലെ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ വരുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇക്കാലം അത്രയും ഹിന്ദുക്കൾക്ക് നിഷേധിക്കപ്പെട്ടത് യോഗി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും തുല്യനീതി, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല നീതി, ഹിന്ദുക്കൾക്കും നീതി വേണം എന്നുള്ള നിലപാടിലാണ് ഉത്തർപ്രദേശ് സർക്കാർ പോകുന്നത്, ഒരു സംശയവുമില്ല. പക്ഷേ അവിടെ സമ്പല് പോലെയുള്ള കേസുകൾ പുനരന്വേഷണം നടത്തുമ്പോഴും ചോക്കാപുര പോലെയുള്ള സ്ഥലങ്ങളിൽ ഹിന്ദുക്കൾക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി, പെൺകുട്ടികളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി വീട് വിട്ടു പോവേണ്ടി വരുന്നു. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ BJP സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും BJPയുടെ സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ അവിടുത്തെ ഹിന്ദുക്കളുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഇപ്പോൾ നമ്മൾ നിസ്സാര കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ BJPനെയൊക്കെ കുറ്റം പറയും. BJP എന്നുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്ന ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്ക്, ഈ രാജ്യത്തെ ഭൂരിപക്ഷ ജനതയായ ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങളെങ്കിലും വേണം. മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ എടുത്തു കളയാനെന്ന് പറയുന്നില്ല, പക്ഷെ മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങളും ആനുകൂല്യങ്ങളും അധികാരങ്ങളും ഈ നാട്ടിലെ ഭൂരിപക്ഷ ജനതയ്ക്കെങ്കിലും വേണം, ജനതയ്ക്ക് കൂടി വേണം. അത് പറയാതെ തരമില്ല. അത് പറയുമ്പോൾ വർഗീയതയാണെന്ന് പറയുന്നത് വകവെച്ച് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഉത്തർപ്രദേശിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സൂചനയാണ്. അതായത് യോഗി ഭരിച്ചാലും ഭൂരിപക്ഷം ഒരു മേഖലയിൽ ഒരു പ്രത്യേക വിഭാഗത്തിനാണെങ്കിൽ അവർ ഹിന്ദുക്കളെ കാഫിറുകളായി കണ്ട് കൊല്ലാൻ തന്നെ ശ്രമിക്കും എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ചോക്കാപുരയിൽ നടക്കുന്നത്. ഇത് ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളും കേരളത്തിലെ ഹിന്ദുവും മനസ്സിലാക്കേണ്ടതാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കള്ളികളിൽ നിൽക്കുന്ന ആളുകളും മനസ്സിലാക്കണം. ഇവിടെയും 30% ആയിട്ടുണ്ട് ജനസംഖ്യ. അതൊരു 50% കഴിയുമ്പോൾ നിങ്ങൾ അനുഭവിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തിലെ ജനത എന്ന നിലയിൽ ഹിന്ദുക്കൾക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണം, പോരാടുന്നവരെ സഹായിക്കണം. അത്തരം നിലപാടിലേക്ക് മാറിയില്ല എന്നുണ്ടെങ്കിൽ വലിയ കഷ്ടമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.